മനോട്ടാ, ഇന്നും നല്ല മഴക്കോളല്ലേ? എന്തൊരു കഷ്ടം. ഇന്നത്തെ പേപ്പറൊന്നുമില്ല. ഹലോ അനജയ്, ഇത് ചായക്കടയല്ല വായനശാലയോ? ചായക്ക് കൂട്ടാൻ 2 അക്ഷരം കൂടി ഉണ്ടേ നല്ല രസാ. ഈ ഇല്ല ഇഞ്ഞി നോക്കണ്ടല്ലോ, പൊരിച്ച് വെച്ചാ ഭയങ്കര ടേസ്റ്റാ. പോയി നേരം എന്താണ് വെറും കാലി ചായ കുടിച്ച് ഒപ്പിക്കാല്ലേ? അത് മതിയടോ. മനോട്ടാ, ആർക്ക് എൻ്റെ വക ഒരു കടി കൊടുക്ക് നിന്നട്ടെ. ഞാൻ കല്യാണത്തിന് പോയില്ലായിരുന്നോ? ബഷീർ ഖാൻ്റെ അല്ലേ? ആ, ഇന്നലെ പോയിരുന്നു. എൻ്റെ കൂട്ടുകാരൻ രമേശനെ ഇപ്പോൾ കാണില്ലല്ലോ. ആ, ഓനിപ്പം മറ്റേ മന്ത്രവാദവും എന്തൊക്കെയോ തക്കിട തരികിട പരിപാടിയൊക്കെ ആയിട്ട് നടക്കില്ലേ. ഇപ്പൊ പേരും മാറ്റിയല്ലോ. പേര് മാറ്റിയോ? ഇപ്പോഴത്തെ പേരെന്താണെന്നറിയോ? രമേശാനന്ദ കിഷ്കിന്ദ കാണ്ട കുറുവടികൾ. കഴിക്കാൻ എന്താ എടുക്കണ്ടേ? സ്പെഷ്യൽ എന്താ വെച്ചുള്ള എടുത്തോളേ. ബീഫും പത്തിരി ആയാലോ? ഓ, പൊളിച്ച് എടുത്തോളേ. ഓഹോ, അടിപൊളി. അല്ല സുനിയെ, ഇവള് പറഞ്ഞ ആളത് വരുന്ന ഓന് 100 ആയുസ് കേട്ടോ. അല്ലേലും ഇമ്മാതിരി സാധനമൊക്കെ ആയുസ് ഇത്തിരി കൂടുതലാ. എൻ്റെ പറ്റാനേ. രമേശ്, വാ വാ. വാ 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 പഴമ്പൊഴും ചായ എല്ലാം ഉണ്ട്. വാ സുനിൽ, നാം പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. പുറത്തുനിന്ന് കഴിക്കണ്ട, മകീൻ്റെ അകത്തുനിന്ന് കഴിക്കാലോ. വാ. സുനിൽ, നാം ഇപ്പോൾ ആത്മനിർവൃതിയുടെ ആനന്ദത്തിൽ ആറാടുകയാണ്. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാറില്ല. നീ കട്ടൻ ചായ കുടിച്ചൂടെ? കട്ടൻ ചായ തീരെ വേണ്ട. സുനിൽ കഴിച്ചോളൂ. ഞാൻ കഴിക്കാം. അല്ലടോ, ഇനിയിപ്പേടെയാണ്? നാം ഇപ്പോൾ ആത്മചൈതന്യത്തിന്റെ അന്വേഷണത്തിലാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏതോ ഒരു സിനിമേൻ്റെ എന്തോ ഒരു പരിപാടി കണ്ടിനല്ലോ. കാണാം. മമ്മൂട്ടിൻ്റെ ഏതോ ഒരു പടാ അത്. നാം പൂജയ്ക്ക് പോകാറുണ്ട്. ശരിക്കും സിനിമയിലൊക്കെ ഗംഭീര ഫുഡായിരിക്കൂലേ? നല്ല ഫുഡായിരിക്കും. രജീഷ് പറഞ്ഞ് ഇവൻ ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇവരെ കൂടുതൽ പോയിനല്ലേ. ഓൻ പറഞ്ഞ് രാവിലെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചുക്കനുള്ള കളിയായിരിക്കുമല്ലേ. ചിക്കൻ ഉണ്ടാവും, മട്ടൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കഴിക്കാൻ തോന്നൂല? നാം കഴിക്കാറില്ല. എന്നാ ഞാനാണുണ്ടല്ലോ ഇവിടെ നമുക്ക് കുഴപ്പമില്ല. ശരിക്കുണ്ടല്ലോ ബീഫ് എന്ത് ചെയ്യണം വെച്ചാല് നന്നായിട്ട് വെള്ളുള്ളിയും ഇഞ്ചിയും സാധനമെല്ലാം കൂടി കുരുമുളകെല്ലാം കൂടി ചതച്ചരച്ചിട്ട് നല്ല ഉഗ്രം ഫ്രൈ ആക്കുക. നല്ല ഉഗ്രം ഫ്രൈ. അതിൽ നല്ല പൊരിച്ച പത്തിരി അല്ല, പൊറാട്ട അല്ല, സാദാ പത്തിരി അല്ലെന്ന്. പൊരിച്ച പത്തിരി എടുത്തിട്ട് ബീഫ് ഇതാ നല്ല ഒലത്തി വെച്ച സാധനം എടുത്തിട്ട് ഇതാ ഫുള്ളായിട്ട് ചെറിയൊരു എഴുവിലും ഒറ്റ കട്ടൻ ചായ കൊണ്ടുവച്ചിട്ട് ഒന്നായിട്ട് അടിച്ച് മാറ്റിയിട്ട് ശരിക്കുണ്ടല്ലോ ജീവൻ പോകുന്ന അറിയുക. രമേശ, ബീഫല്ല എൻ്റെ കൈൻ്റെ പൊള്ളു. മനോജേട്ടാ, ഒരൊറ്റ പ്ലേറ്റ് ബീഫ് എടുത്തേരി.
കണ്ടാലും